ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ റണ്ണവേ പാൻകേക്ക് എന്ന് പറയുന്ന ഒരു പിക്ചർ സ്റ്റോറിയാണ്. ദ റണ്ണവേ പാൻകേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയ പാൻകേക്ക്. അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ കാണുന്നത് നോക്കാം. ഒരു ഫാമിലിയാണല്ലേ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മ പാൻകേക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ അത് നോക്കി നിൽക്കുകയാണ്, മക്കളും അതേപോലെ അച്ഛനും. ഓക്കെ, അപ്പോൾ ഇവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഐ തിങ്ക് എവ്രി വൺ വിൽ ലവ് ഇറ്റ്. അപ്പോൾ ഓരോരുത്തരുടെയും പാൻകേക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ഐ തിങ്ക് എവ്രി വൺ വിൽ ലവ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. ഐ വിൽ ഈറ്റ് ഫേസ്റ്റ്. അപ്പോൾ വേറൊരാൾ പറയാണ്, ഞാനിത് ആദ്യം കഴിക്കും. ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. അപ്പോൾ വേറൊരാൾ എന്താ പറയുന്നത്? ഡെലീഷ്യസ്. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ രുചികരമായ. അപ്പം ഇതെന്താണ്? വളരെയധികം രുചികരമായിട്ടുള്ളതായിരിക്കും എന്ന് പറയുകയാണ്. മോം, ഐ വോണ്ട് ദസ്. അമ്മേ, എനിക്കിത് വേണം എന്ന് വേറൊരാൾ പറയുന്നു. മോം, യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. അപ്പോൾ വേറൊരാൾ എന്താ പറയുന്നത്? യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? ഇറ്റ് ലുക്ക് സോ ക്രിസ്പി. അതെന്താണ്? കാണാൻ വളരെയധികം ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ക്രിസ്പി എന്ന് പറഞ്ഞാൽ മുരിഞ്ഞതിനെയാണ് നമ്മൾ ക്രിസ്പി എന്ന് പറയാം. നമ്മൾ കടിക്കുന്ന സമയത്ത് ഒരു കറുമുറു ശബ്ദം ഉണ്ടാവില്ലേ, അതാണ് ക്രിസ്പിനെസ് ഉള്ള ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അമ്മ പാൻകേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഓരോരുത്തരും എന്താണ് അവരവരുടെ അഭിപ്രായം ഇങ്ങനെ ചുറ്റും കൂടി നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു പേജിൽ കണ്ടത്. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ ദ പാൻകേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ദ പാൻകേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. പാൻകേക്ക് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാനിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഓ, ദ പാൻകേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. അപ്പം ഇങ്ങനെ പറയുകയാണ് കുട്ടികൾ, അയ്യോ പാൻകേക്ക് എന്താണ്? അത് പുറത്തേക്ക് ചാടി, അതിനെ പിടിക്കൂ, ക്യാച്ച് ഇറ്റ് എന്നൊക്കെ പറയാണ്. ഓക്കെ, ഐ വിൽ ക്യാച്ച് ഇറ്റ്. അപ്പോൾ ഒരാളിങ്ങനെ പറയുകയാണ്, ഓക്കെ ഞാൻ പിടിക്കാം. സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്കൂ എന്നൊക്കെ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? പാനിൻ്റെ അകത്തുനിന്ന് പാൻകേക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടി പോകുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പിടിക്കാം, അവിടെ നിൽക്കൂ എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പേജ് നോക്കാം. ഹെൽപ്പ് ഹെൽപ്പ്. അപ്പോൾ ഇവിടെ പാൻകേക്ക് റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്താണ് പാൻകേക്ക് ഇങ്ങനെ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പപ്പീനെ കാണാം അല്ലേ നമുക്ക് പിക്ചറിൽ. അപ്പോൾ പപ്പി എന്താ പറയുന്നത് നോക്കാം. സ്റ്റോപ്പ് ദെയർ, വൈ ആർ യു റണ്ണിങ്. അപ്പോൾ പപ്പി ചോദിക്കുകയാണ്, അവിടെ നിൽക്ക്. വൈ ആർ യു റണ്ണിങ്, നീ എന്തിനാണ് ഓടുന്നത് എന്ന് ചോദിക്കുകയാണ്. ആര്? പപ്പി. ആരോട്? പാൻകേക്കിനോട്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ ആർ ഫോളോയിങ് മീ. അപ്പോൾ പാൻകേക്ക് എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? 7 കുട്ടികൾ, 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ, അവരുടെ അച്ഛനും അമ്മയും, ആർ ഫോളോയിങ് മീ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പപ്പീനോട് പാൻകേക്ക് പറയാണ്. അടുത്ത എന്താ സംഭവിക്കുന്നത്? നമുക്ക് പിക്ചർ നോക്കിയാൽ കാണാം അല്ലേ? പാൻകേക്ക് മുൻപിൽ ഓടുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പിന്നെ ഒരു എന്താണ് ഡോഗും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദ പാൻകേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അപ്പോൾ പാൻകേക്ക് എന്താ ചെയ്തത്? അതിന് ഓടാൻ പറ്റുന്നത്ര മാക്സിമം സ്പീഡിൽ പാൻകേക്ക് ഓടുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദ പാൻകേക്ക് റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അതിന് കഴിയാവുന്നത്ര ശക്തി എടുത്തുകൊണ്ട് പാൻകേക്ക് മുന്നോട്ട് ഓടുകയാണ്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ഫോളോഡ് ഇറ്റ്. ആരൊക്കെയാണ് പാൻകേക്കിനെ ഫോളോ ചെയ്യുന്നത്? ദ 7 ചിൽഡ്രൻ 7 കുട്ടികൾ, അതേപോലെ ദെയർ ഫാദർ മദർ അവരുടെ അച്ഛനും അമ്മയും, ആൻഡ് പെറ്റ് ഡോഗ് ഫോളോഡ് ഇറ്റ്. അപ്പം പിന്നെ ഈ 7 കുട്ടികളും അച്ഛനും അമ്മയും അല്ലാതെ അവരുടെ പെറ്റ് ഡോഗ്, അതായത് അവരുടെ വളർത്തു നായയും ഈ ഒരു പാൻകേക്കിനെ ഫോളോ ചെയ്യുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പാൻകേക്ക് ആരെയാണ് കാണുന്നത്? നമുക്ക് പിക്ചറിൽ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ആരാണത്? ക്യാറ്റാണല്ലേ. അപ്പോൾ പൂച്ച എന്താ പറയുന്നത് നോക്കാം. ഹേയ്, വൈ ആർ യു റണ്ണിങ്. ഏയ്, നീ എന്തിനാണ് ഓടുന്നത് എന്ന് പൂച്ച പാൻകേക്കിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പാൻകേക്ക് എന്താ റിപ്ലൈ ചെയ്യുന്നത് നോക്കാം. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ്
പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ. അപ്പോൾ നേരത്തെ പപ്പിയോട് പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റിനോടും പാൻകേക്ക് പറയാണ്. എന്താ പറയുന്നത്? ദ 7 ചിൽഡ്രൻ 7 കുട്ടികളും ദെയർ ഫാദർ മദർ അവരുടെ അച്ഛനും അമ്മയും അതേപോലെ എന്താണ് പെറ്റ് ഡോഗ് അവരുടെ വളർത്തു നായയും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കാറ്റിനോട് പാൻകേക്ക് പറയുന്നു. അപ്പോൾ ഇവിടെ പിക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ പാൻകേക്കിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് ആരൊക്കെയാണ്. സ്റ്റോപ്പ് ദെയർ. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് പാൻകേക്കിനോട് സ്റ്റോപ്പ് ദെയർ അവിടെ നിൽക്കൂ എന്ന് പറയുകയാണ്. ദ പാൻകേക്ക് റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കോഡ്. അപ്പോൾ പാൻകേക്ക് എന്താണ് ചെയ്തത്? അതിന് ഓടാൻ പറ്റുന്ന മാക്സിമം ശക്തി എടുത്ത് പാൻകേക്ക് ഓടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ഫോളോഡ് ഇറ്റ്. ഇപ്പോൾ ആരൊക്കെയാണ് പാൻകേക്കിനെ ഫോളോ ചെയ്യുന്നത്? 7 ചിൽഡ്രൻ 7 കുട്ടികളുണ്ട്. ദെയർ ഫാദർ മദർ അവരുടെ അമ്മയും അച്ഛനും ഉണ്ട്. പിന്നെയോ പെറ്റ് ഡോഗ് അവരുടെ വളർത്തുനായുണ്ട്. പിന്നെ നേരത്തെ ഈ ഒരു പാൻകേക്ക് സംസാരിച്ച ആ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ, ആ ക്യാറ്റും ഉണ്ട് ഇപ്പോൾ പാൻകേക്കിനെ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇത്രയും പേര് ആ ഒരു പാൻകേക്കിനെ ഫോളോ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പാൻകേക്ക് ആരെയാണ് കണ്ടുമുട്ടുന്നത്? ഒരു ആടിനെയാണ് അല്ലേ, നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആട് എന്താ ചോദിക്കുന്നത്? ഹലോ ഫ്രണ്ട് വാട്ട് ഹാപ്പൻഡ്. ഹലോ സുഹൃത്തേ, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ഈ ഒരു ആട് പാൻകേക്കിനോട് ചോദിക്കുകയാണ്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീ. അപ്പോൾ എന്താണ് പാൻകേക്ക് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 കുട്ടികളും അതേപോലെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ പിന്നെന്താണ് പെറ്റ് ഡോഗ് അല്ലേ, വളർത്തു നായയും പിന്നെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാറ്റും ഇവരൊക്കെ കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? എന്നെ ഭക്ഷിക്കാൻ പോവാണ് എന്ന് ആടിനോട് ഈ ഒരു പാൻകേക്ക് പറയുകയാണ്. സ്റ്റോപ്പ് ദെയർ അവിടെ നിൽക്കൂ എന്ന് എല്ലാവരും കൂടെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ പാൻകേക്കിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കൂടി അല്ലേ. ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ദ പാൻകേക്ക് റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അപ്പോൾ പാൻകേക്ക് അതിന് ഓടാൻ പറ്റുന്നത്ര ശക്തി എടുത്ത് മാക്സിമം സ്പീഡിൽ ഓടുകയാണ്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോഡ് ഫോളോഡ് ഇറ്റ്. ഇപ്പം ആരാണ് ഒരാളും കൂടെ പാൻകേക്കിനെ ഫോളോ ചെയ്യാനായിട്ട് കൂടെ കൂടിയിട്ടുള്ളത്? 7 കുട്ടികളുണ്ട്, അവരുടെ അച്ഛനും അമ്മയുണ്ട്, പെറ്റ് ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, പിന്നെ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ഗോട്ട് ആ ഒരു ആടും ഇപ്പോൾ നമ്മളുടെ പാൻകേക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവസാനമായിട്ട് പാൻകേക്ക് ഒരാളെ കണ്ടുമുട്ടുകയാണ്. ആ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആരുടെയാണ് ആ പിക്ചർ? ഒരു ഫോക്സ് ആണ് അല്ലേ, ഒരു കുറുക്കനാണ്. വൈ ആർ യു റണ്ണിങ്. അപ്പോൾ ഫോക്സ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അപ്പോൾ പാൻകേക്ക് എന്താ പറയുന്നത്? ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോഡ് ആർ ഗോയിങ് ടു ക്യാച്ച് മീ. അപ്പോൾ എന്താ പറയുന്നത്? 7 കുട്ടികൾ അവരുടെ എന്താണ് അച്ഛനും അമ്മയും അതേപോലെ പെറ്റ് ഡോഗ് അവരുടെ വളർത്തു നായ പിന്നെ ക്യാറ്റ് പിന്നെ എന്താണ് ഒരു ഗോട്ട് ഒരു ആട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് എന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് ഈ ഒരു പാൻകേക്ക് ഫോക്സിനോട് പറയുകയാണ്. ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ. അപ്പോൾ പാൻകേക്ക് ഫോക്സിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഒളിച്ചിരിക്കാനായിട്ടൊരു സ്ഥലം തരുമോ എന്ന്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഈ ഒരു ഫോക്സ് പാൻകേക്കിന് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കൊടുത്തോ അല്ല എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. യമ്മി യമ്മി ഓ ഇറ്റ്സ് ഗോൺ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു കുറുക്കൻ പാൻകേക്ക് കഴിച്ചു അല്ലേ, അതാണ് യമ്മി യമ്മി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ഓ ഇറ്റ്സ് ഗോൺ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു എന്താണ് അച്ഛനും അമ്മയും ആ 7 കുട്ടികളും എല്ലാവരും നിരാശയോടുകൂടി ഇറ്റ്സ് ഗോൺ അത് പോയി എന്ന് പറയുകയാണ്. കാരണം അത് ഫോക്സ് കഴിച്ചു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റോറിയിൽ സംഭവിച്ചത്? ആദ്യം തന്നെ അമ്മ പാൻകേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മക്കളുമൊക്കെ ആ ഒരു പാൻകേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ചുറ്റും നിന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ പാൻകേക്ക് പാനിൽ നിന്ന് ചാടിപ്പോയത്. അപ്പോൾ ആദ്യം തന്നെ പാൻകേക്ക് കണ്ടുമുട്ടുന്നത് ഒരു പപ്പീനെയാണ്. അതിനുശേഷം ഒരു ക്യാറ്റിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ക്യാറ്റിനോട് ഹെൽപ്പൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ക്യാറ്റിൻ്റെ അടുത്തുനിന്ന് ഹെൽപ്പ് കിട്ടിയോ? ഇല്ല. അങ്ങനെ പിന്നെ ഈ അച്ഛനും അമ്മയും അതേപോലെ അവരുടെ 7 കുട്ടികളും അവരുടെ പെറ്റ് ഡോഗും ക്യാറ്റും ഒക്കെ ആരെ ഫോളോ ചെയ്യുകയാണ്? പാൻകേക്കിനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ പാൻകേക്ക് പിന്നെ ചെന്ന് സഹായം തേടുന്നത് ഗോട്ടിൻ്റെ അടുത്താണ്. പക്ഷേ ഗോട്ട് ഹെൽപ്പ് ചെയ്തോ? ഇല്ല. ഗോട്ടും പിന്നെ എന്താണ് ഈ അച്ഛനമ്മമാരുടെയും മക്കളുടെയും പെറ്റ് ഡോഗിൻ്റെയും അതേപോലെ ക്യാറ്റിൻ്റെയും ഒക്കെ കൂടെ ഈ പാൻകേക്കിനെ കഴിക്കാനായിട്ട് ഫോളോ ചെയ്യുകയാണ്.
അങ്ങനെ അവസാനം എത്തിച്ചേരുന്നത് ആരുടെ അടുത്താണ്? ഒരു ഫോക്സിൻ്റെ അടുത്താണ്. അങ്ങനെ അവസാനം ഈ ഒരു പാൻ കേക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഫോക്സിനാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചർ സ്റ്റോറി അല്ലേ? അതെ അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.